ബഹുമാനപ്പെട്ട റെയിൽവേ SP അരുൾ RB കൃഷ്ണ IPSന്റെ നിർദ്ദേശത്തെ തുടർന്ന് 20-ാം തീയതി ഉച്ച കഴിഞ്ഞ് മുതൽ 21-ാം തീയതി പുലർച്ചെ വരെ എറണാകുളം സബ് ഡിവിഷന്റെ കീഴിൽ ബഹുമാനപ്പെട്ട DSRP ജോർജ് ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ RPFകാരും GRPയും നമ്മുടെ തന്നെ ഇന്റലിജൻസ് റെയിൽവേ പോലീസ് ഡാൻസാഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപകമായ പരിശോധനയിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കോട്ടയം വഴി ഓടുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ സഞ്ചരിക്കുന്ന ഹിമസാഗരം പോലെയുള്ള ട്രെയിനുകളിലൊക്കെ പരിശോധന നടത്തിയതിന്റെ ഭാഗമായി 21-ാം തീയതി രാവിലെ 5 മണിയോടുകൂടി ഞങ്ങൾ കോട്ടയം പ്ലാറ്റ്ഫോമിൽ പരിശോധന നടത്തിയ സമയത്ത് സംശയാസ്പദമായി പോലീസിനെ കണ്ട് ഓടാൻ ശ്രമിച്ച ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സബീർ ഹക്കീർ എന്ന ഒരാളെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് കഞ്ചാവ് കണ്ടു. അത് 3 കിലോ കഞ്ചാവ് ഉണ്ടായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഉച്ചയ്ക്ക് ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ആ പരിശോധന കണ്ടിന്യൂസ് ആയിട്ട് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നടന്നു വരവെ ഇന്നലെ വൈകിട്ട് 8 മണിക്ക് നമ്മൾ പരിശോധന നടന്നു വരുന്ന സമയത്ത് അതും വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബഡൽ മണ്ഡൽ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ട്രോളി ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് കഞ്ചാവ് വിവിധ 6 പാക്കുകളായി കഞ്ചാവ് നിറച്ച ഇതാണ് കണ്ടത്. അത് കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. അപ്പം അദ്ദേഹവും ഈ ഗുജറാത്ത് ഭാഗത്തു നിന്നാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. അവിടെ കഞ്ചാവിന് വന്ന വിലക്കുറവാണ്. അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത് വാങ്ങുന്ന ആളുണ്ട്. അത് വാങ്ങിയിട്ട് അതിനവിടെ വെച്ച് തന്നെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി ഈ വിവിധ ഈ ലയങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കും ഈ ജോലിക്കാർ താമസിക്കുന്ന വിവിധ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് ഹിന്ദിക്കാരായ ആൾക്കാർക്ക് വിതരണം നടത്താൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. ഇത് മേടിക്കുന്ന സ്ഥലത്ത് 1 കിലോ കഞ്ചാവിന് 1000 രൂപയിൽ താഴെ ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് 1 കിലോയ്ക്ക് 10,000 രൂപ മേലിൽ ആണ് ഇത് വിൽപ്പന നടത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നത്. അദ്ദേഹം ഇപ്പൊ നമ്മൾ 10 കിലോ കഞ്ചാവ് തൂക്കിയിട്ടുണ്ട്. അത് കോടതി ഹാജരാക്കി ബാക്കി നടപടികളിലേക്ക് പോകുന്നതാണ്. ഇത് ഈ ലഹരി മാഫിയാൻ തടയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട റെയിൽവേ SP-യുടെ കർശന നിർദ്ദേശപ്രകാരം ട്രെയിനകത്തും പ്ലാറ്റ്ഫോമുകളും വ്യാപകമായ പരിശോധന നടത്തിയതിന്റെ ഫലമായിട്ടാണ് 2 ദിവസത്തെ കണ്ടുപിടുത്തമാണ് ഈ 13 കിലോ. ഇത് 10 കിലോയും ഇന്നലെ 3 കിലോയും വ്യാപകമായിട്ട് നമ്മുടെ ലഹരി മാഫിയായി തടയുന്നതിന് വേണ്ടി റെയിൽവേ പോലീസ് മേധാവി അതിശക്തമായ തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ക്യാമ്പസുകളിലും ഒക്കെ നിരന്തരം ഈ കഞ്ചാവിന്റെ പിടിമുറുക്കത്തിലേക്ക് തടയുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇതുപോലുള്ള ഈ റെയ്ഡുകളും കാര്യങ്ങൾ നടത്തുന്നത്. എന്നാൽ കോട്ടയം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നവരുടെ ബാഗുകൾ ഭൂരിഭാഗവും ചെക്ക് ചെയ്താണ് വിടുന്നത്. അതിന് നമ്മൾ പ്രത്യേക ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ അഡീഷണൽ ആയിട്ട് ആളുകളായിട്ട് ഇങ്ങനെയുള്ള പരിശോധനകൾ തുടരാനാണ് SP പറഞ്ഞിരിക്കുന്നത്.